സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് എന്നാണ് തിരക്കഥയെ വിശേഷിപ്പിക്കുന്നത്. ഈ ബ്ലൂ പ്രിന്റിന്റെ എഞ്ചിനീയറും ആർക്കിടെക്റ്റും സംവിധായകൻ തന്നെ. മലയാള സിനിമയിൽ തിരക്കഥ എന്ന രൂപം പൂർണ്ണതയിൽ എത്തുന്നത് വളരെ കാലത്തിനു ശേഷമാണ്. കുറെ കൂടി ദൃശ്യഭാഷയോട് അടുത്ത് നിൽക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ഒരു ശ്രദ്ധേയമായ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നീലക്കുയിലാണ്. അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ പോയി വന്നു. പക്ഷേ ഇതിനൊന്നും നമ്മളൊരു ലക്ഷണയുക്തമായ തിരക്കഥ എന്ന് പറയാൻ കഴിയില്ല. മലയാളത്തിലെ ഒരു സ്ട്രക്ചറൽ പ്രിസിഷൻ്റെ പേരിൽ നമുക്ക് ലക്ഷണയുക്തമെന്ന് ആദ്യം പറയാവുന്നത് ഭാർഗവി നിലയം തന്നെയാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പോലും വെസ്റ്റേൺ ഫിലിംസിൻ്റെ ഒരു സ്ട്രക്ചറുള്ള സംഭവം. സിനിമ എന്ന് പറയുന്നതിന് പ്രമേയത്തിൻ്റെ സ്വീകരണത്തിൽ പോലും ഒരു പൊളിച്ചെടുത്ത് ആദ്യം കൊണ്ടുവന്നത് MT തന്നെയാണ്. കാരണം തോക്കുന്നവൻ്റെ കഥയും സിനിമയാകാം, ത്യാഗമല്ല ഒരുത്തനെ നശിപ്പിക്കുന്നുവെങ്കിൽ അതും ഒരു പ്രമേയമാകാം. ഒരു വളപ്പൊട്ടിൻ്റെ തരിക്കും ഒരു കഥ പറയാനുണ്ട്, ഒരു സ്വപ്നത്തിൻ്റെ നേർത്ത ഒരു ബിന്ദുവിൽ നിന്നും ഒരു കഥയുണ്ടാകാം. അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ സാഹിത്യപരമായ അംശങ്ങൾ കൂടുതലുള്ളപ്പോൾ തന്നെ വേറിട്ടൊരു കാഴ്ചയാനുഭവമായിട്ട് സിനിമയെ മാറ്റുവാൻ ഉപകരിച്ചു എന്നുള്ളതോടൊപ്പം തന്നെ ചലച്ചിത്രകാരന്മാരെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ മലയാളത്തിലൊരു എഴുത്തുകാരൻ ആദ്യം കഴിഞ്ഞത് MT വാസുദേവൻ തന്നെയാണ്. തിരക്കഥകളുടെ വഴിയെ പിന്നെ വന്നവരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പത്മരാജൻ തന്നെയാണ്. ഇന്നും ഇന്ത്യൻ സിനിമയിലെ തിരക്കഥാ മേഖലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വിസ്മയം പോലെ തന്നെ ആദരിക്കുന്നത്. കാരണം അദ്ദേഹം എഴുതിയിട്ടുള്ള മുഴുവൻ വിഷ്വൽസിലൂടെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ പുസ്തകപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് നോക്കുമ്പോൾ അറിയാം, അത് ആ സിനിമകളിലൂടെ സഞ്ചരിക്കുമ്പോഴും അറിയാം വിഷ്വൽസിലൂടെ സംസാരിക്കാനാണ് ശ്രമിച്ചത്. പിന്നെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് ഒരിക്കലും ഈ വാർപ്പ് പ്രതിഷ്ഠകളെയല്ല. ഒരു ദ്രവീഡിയൻ കൾട്ടിൽ ചേറിലും ചോരയിലും ചവിട്ടി നിൽക്കുന്ന കഥാപാത്രം, ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യു ആർ സോ ഡീപ്ലി റൂട്ടഡ് ടു ദ ദ്രവീഡിയൻ സോയിൽ. പിന്നീട് വന്ന തിരക്കഥാകൃത്തുക്കളിൽ സംവിധായകർ കൂടിയായതുകൊണ്ട് അവരുടെ തിരക്കഥാകൃത്തുക്കളെന്ന നിലയിൽ പ്രൊഫഷണൽ തലത്തിൽ അറിയപ്പെടുന്നില്ലെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് തിരക്കഥാകൃത്ത് KG ജോർജാണ്. ഒരു സാഹിത്യ സൃഷ്ടിയെ അല്ലെങ്കിൽ നാടകത്തെ അതുപടി ദൃശ്യങ്ങളായി തരംതിരിച്ച് വെള്ളിത്തിരയിൽ പ്രകാശിപ്പിക്കുക എന്ന പഴയ മാമൂൽ ഉടച്ചു വാർക്കപ്പെടുവാൻ 4 നൂറ്റാണ്ടോളം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ സിനിമയ്ക്ക്. നമ്മുടെ പഴയ നിരൂപകരൊക്കെ സ്ഥിരം പറയാറുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് മൂലകൃതിയോട് നീതി പുലർത്തിയെന്ന്. ഒരാവശ്യമില്ല, മൂലകൃതിയോട് നീതി പുലർത്തേണ്ട ഒരു കാര്യവുമില്ല. ഒരു സംവിധായകൻ നീതി പുലർത്തേണ്ടത് സിനിമയോടാണ്, അയാളുടെ കൃതിയോടാണ് നീതി പുലർത്തേണ്ടത്. അതിനുള്ള ഒരു അസംസ്കൃത വസ്തു മാത്രമാണ് ഈ കഥാകൃതി, ഈ സാഹിത്യകൃതി. ആ രീതിയിലേ സാഹിത്യകൃതിയെ കാണാവൂ. സാഹിത്യകാരന്മാർ ഡിമാൻഡ് ചെയ്യും, അത് ഞാൻ എഴുതി വെച്ചതിൽ വള്ളി വ്യത്യാസം വരാൻ പാടില്ല എന്ന് ഡിമാൻഡ് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്താൽ ഈ സാഹിത്യകൃതി ഏറ്റവും ശുഷ്കമായി പോകും. സാഹിത്യകൃതി സിനിമയായി പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ അത് സാഹിത്യകാരനെ ബാധിക്കുന്നില്ല, അത് സംവിധായകനെ മാത്രമേ ബാധിക്കൂ. ഇപ്പോൾ ബാല്യകാല സഖി ശശികുമാർ എന്ന സംവിധായകനെടുത്തു, അത് വളരെ മോശപ്പെട്ട ഒരു സിനിമയായിരുന്നു. ബാല്യകാല സഖി പുറത്തിറങ്ങിയിട്ട് 60 കൊല്ലത്തും ആയി, ഈ സിനിമ പുറത്തിറങ്ങിയിട്ട് 30-35 കൊല്ലമായി. പക്ഷേ ബാല്യകാല സഖി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു, ഇന്നും വായിക്കപ്പെടുന്നു. പക്ഷേ ആ സിനിമ ആരും ഓർക്കുന്നില്ല. അപ്പോൾ ബാല്യകാല സഖിക്ക് ഒരു കോട്ടവും അങ്ങനെ ഒരു സിനിമ വന്നതുകൊണ്ടുണ്ടായിട്ടില്ല. ബാല്യകാല സഖി ഇനിയും സിനിമയാവും, ഇപ്പോഴും പലരും സിനിമയാക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ. ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുള്ള ശിവരാമകാരന്തിൻ്റെ സംഭവമാണ്. ശിവരാമകാരന്തിൻ്റെ ചോമന ദുടി അത് BV കാരന്ത് എടുത്തപ്പം നാഷണൽ അവാർഡ് കിട്ടി. എല്ലാവരും പടത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ ശിവരാമകാരന്തിന് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം തൻ്റെ കൃതിയിലുള്ള പലതും അതിലില്ല എന്നുള്ളതായിരുന്നു. ഇതിന് പകരം ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ തുക, അതിൽ നിന്ന് കിട്ടിയ തുകയൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് തൻ്റെ ഒരു നോവൽ അങ്ങ് സംവിധാനം ചെയ്തു. അത് മലയ മക്കളുമായിരുന്നു. അതിലദ്ദേഹം ചെയ്ത് നോവലിലുള്ള എല്ലാം തന്നെ സിനിമയിലേക്ക് പകർത്തുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ഭീകരമായ ഒരു പരാജയമായിട്ട് മാറി. മലയാളത്തിലെ യുവ തിരക്കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ ശ്രീ സഞ്ജയ് നമ്മളോട് സംസാരിക്കുന്നു. എൻ്റെ വീട് അപ്പുവിൻ്റെയും നോട്ട്ബുക്ക്, ട്രാഫിക് എന്നീ 3 സിനിമകളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകരുടെ സവിശേഷ ആദരവ് നേടിയെടുത്ത തിരക്കഥാകൃത്തുക്കളാണ് ബോബി സഞ്ജയ് കൂട്ടുകെട്ടിലെ സഞ്ജയ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അവസ്ഥാന്തരങ്ങൾ, അവിചാരിതം തുടങ്ങിയ 2 സീരിയലുകളും
ആദ്യകാലത്ത് ഇവർ എഴുതിയിട്ടുണ്ട്. നമസ്കാരം സഞ്ജയ്. കസിനോവയാണ് ഇനി ഇറങ്ങാനുള്ള സിനിമ. അതിൻ്റെ തിരക്കഥാ രചന പൂർത്തിയായി. ട്രാഫിക്കിന് മുൻപ് ഞങ്ങൾ പൂർത്തിയാക്കിയ സിനിമയായിരുന്നു കാസനോവ. പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കുറച്ച് നീണ്ടു. ഇനിയിപ്പോൾ വേറെ ഫ്രഷായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്യുന്ന മുംബൈ പോലീസ് എന്ന് പറയുന്ന പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്. പിന്നെ ചേട്ടനുമായിട്ട് ചെയ്യുന്ന പൃഥ്വിരാജ് സിനിമയുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ പ്രസന്റിൽ ഉള്ള സിനിമകൾ. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഒരേ ഗുരുനാഥൻ്റെ ശിഷ്യന്മാരാണ് നമ്മളെന്നുള്ളതാണ്. കമൽ സാറിൻ്റെ കൂടെ തന്നെയാണല്ലോ സഞ്ജയും സിനിമ ഞാൻ പഠിച്ചത് ശരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ്. അതായത് ഞാൻ ശരിക്കും സംവിധാന സഹായിയായിട്ട് വന്നത് തന്നെ തിരക്കഥയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നത്. സംവിധാനം സഹായിയായിട്ട് വന്ന് സിനിമയുടെ എല്ലാ വശങ്ങളും പഠിച്ചാലേ ഒരു തിരക്കഥ എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുന്നത് തന്നെ. അപ്പോൾ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് തന്നെ അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ ശ്രീനിയേട്ടൻ്റെ തിരക്കഥയുടെ കോപ്പി എടുക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ ജോലി. അത് ഏറ്റവും സന്തോഷത്തോടെയാണ് ചെയ്തത്. പിന്നീട് അതിന് ഓരോ ഘട്ടത്തിലും പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ സീൻസ് കട്ട് ചെയ്യാൻ വരെ പോകുന്ന അവസ്ഥ വരെ അതിൻ്റെ ത്രൂ ഔട്ട് നിൽക്കാൻ പറ്റിയതാണ് ശരിക്കും സിനിമയിലുള്ള അടിത്തറ എന്ന് പറയുന്നത്.